നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ബാക്ക് ട്രാക്കിങ്ങിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് 8 ക്യൂൻസ് പ്രോബ്ലം. തൽക്കാലം നമുക്ക് എൻ ക്യൂൻസ് പ്രോബ്ലത്തിന് 4x4 മെട്രിക്സ് വെച്ച് 4 ക്യൂൻസ് പ്രോബ്ലം വഴി നമുക്കിതിനെ മനസ്സിലാക്കാം. ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ചെസ്സിൽ അല്ലെങ്കിൽ ചതുരംഗത്തിലുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ക്യൂൻ അല്ലെങ്കിൽ മന്ത്രി എന്ന ചതുരംഗത്തിൽ പറയും. അപ്പം അത്തരത്തിൽ ഉള്ളൊരു ഒരു കീക്ക് ഒരു കോയിന് ഡയഗണലായിട്ട്, ഉദാഹരണം ഇവിടെ ക്യൂൻ ഇടുന്നു കഴിഞ്ഞാൽ ഡയഗണലായിട്ടുള്ള പാത്തിൽ അതിന് മൂവ് ചെയ്യാൻ സാധിക്കും. സെയിം കോളത്തിൽ കൂടെ അത് മൂവ് ചെയ്യാൻ സാധിക്കും. സെയിം റോയിൽ കൂടി മൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒപ്പോണൻറ്റിന് ശരിക്കും ഈ ഭാഗത്തിരുന്നാൽ സേഫ് അല്ല അല്ലേ. അതുകൊണ്ട് സെയിം ഡയഗണലായിട്ട് വരാത്ത വേറൊരു പോയിന്റിലാണ് അവരുടെ ഈ കോയിനെ വയ്ക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന എൻ ക്യൂൻസിൽ 4 ക്യൂൻസ് ഇവിടെയുണ്ട്. അത് പരസ്പരം അറ്റാക്ക് ചെയ്യാതെ നമ്മളിത് ഈ ക്യൂൻസിനെ പ്ലേസ് ചെയ്യണം. ഇതാണ് എൻ ക്യൂൻസ് പ്രോബ്ലം. നമ്മൾ എടുക്കുന്നത് 4 ക്യൂൻസ് ആണ്. അപ്പോൾ ഇത് നമ്മൾക്കിവിടെ ഉള്ള കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സെയിം റോയിലിരിക്കാൻ പാടില്ല ഈ ക്യൂൻസ്. രണ്ടാമത്തത്, സെയിം കോളത്തിൽ ഇരിക്കാൻ പാടില്ല. അടുത്ത കൺസ്ട്രെയിൻറ്റ് സെയിം ഒരു ഡയഗണൽ ഇരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ 2 കൺസ്ട്രെയിൻറ്റ് നമ്മളിവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളൊരു ക്യൂവിനെ ഒരു റോയിൽ വെച്ച് രണ്ടാമത്തെ ക്യൂവിന് രണ്ടാമത്തെ റോയിലേ വയ്ക്കുന്നു, മൂന്നാമത്തെ ക്യൂവിൻ്റെ മൂന്നാമത്തെ റോയിലേ വയ്ക്കൂ, നാലാമത്തെ റോയിലായിരിക്കും നാലാമത്തെ ക്യൂവിനെ വയ്ക്കുക. അതുകൊണ്ട് ഈ റോ എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്തു. സെയിം റോ ഇരിക്കുന്നില്ല. കോളം അത്തരത്തിൽ നമ്മൾ ഫസ്റ്റ് ക്യൂവിനെ ഫസ്റ്റ് കോളത്തിൽ വെച്ചാൽ അടുത്തതിനെ സെയിം കോളത്തിൽ വയ്ക്കില്ല. പക്ഷേ ഇവിടെ ഡയഗണൽ എന്നുള്ളൊരു കൺസ്ട്രെയിൻ നമ്മളിവിടെ നോക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട സ്റ്റേറ്റ് സ്പേസ് ട്രീ വഴി നമുക്ക് ഈ ക്യൂൻസിൻ്റെ പൊസിഷൻ നമുക്കൊന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് എങ്ങനെ വയ്ക്കാം? ഫസ്റ്റ് ക്യൂനിനെ നമ്മൾ ആദ്യം വയ്ക്കുന്നു. അതിനുശേഷം സെക്കൻഡ് ക്യൂനിനെ നമ്മളോട് വയ്ക്കുന്നു. സെക്കൻഡ് ക്യൂനിനെ നമ്മൾ സെക്കൻഡ് റോയിൽ വയ്ക്കുന്നു. തേർഡ് ക്യൂനിനെ തേർഡ് റോയിൽ വയ്ക്കുന്നു. ഫോർത്തിനെ ഫോർത്ത് റോയിൽ വയ്ക്കുന്നു. ഓക്കെ, അതായത് ഇവിടെ ഒരു ക്യൂൻ, ഇവിടെ ഒരു ക്യൂൻ, ഇവിടെ ഒരു ക്യൂൻ, ഇവിടെ ഒരു ക്യൂൻ. അപ്പം സെയിം റോയിലും സെയിം കോളത്തിലും ക്യൂൻസ് ഒന്നുമില്ല. പക്ഷേ ഡയഗണലായിട്ട് ഈ ക്യൂനിൻ്റെ പൊസിഷൻ പ്രശ്നമാണ് അല്ലേ, പരസ്പരം അറ്റാക്ക് ചെയ്യുന്ന പൊസിഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിതിനെ ഒന്ന് ബാക്ക് ട്രാക്കാണ്, തൊട്ട് മുകളിലത്തെ സ്റ്റേജിലേക്ക് പോവുകയാണ്. തൊട്ട് മുകളിൽ 3 എന്നിട്ട് കാര്യമില്ല, കാരണം ബാക്കി ഓപ്ഷനിലെല്ലാം എടുത്ത് പോയി. അതിൽ നിന്നൊന്ന് മുകളിലോട്ട് പോയി 2ൽ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 2ൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ 3 എന്നുള്ള ഓപ്ഷൻ എടുത്തല്ലോ, നമ്മളിനി ഇത് 4 എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണ്. അതായത് ഇത് ആദ്യത്തെ, രണ്ടാമത്തെ റോ, ഇത് മൂന്നാമത്തെ റോ, നാലാമത്തെ റോ. ഓക്കെ, ഇവിടെ മൂന്നാമത്തെ റോയിൽ നമ്മൾ നാലാമത്തെ പൊസിഷനിൽ പ്ലേസ് ചെയ്യുകയാണ്. അതേപോലെ നാലാമത്തെ റോയിൽ മൂന്നാമത്തെ പൊസിഷനിലാണ് ക്യൂവിനെ പ്ലേസ് ചെയ്യുക. നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു. അതായത് ഇവിടെ മൂന്നാമത്തെ റോയിൽ മൂന്നാമത്തെ പൊസിഷനിലിരുന്ന ക്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും? നാലാമത്തെ പൊസിഷനിലേക്ക് മാറ്റുന്നു. അതേപോലെ ലാസ്റ്റ് കോളത്തിൽ ഇരുന്ന ക്യൂവിനെ നമ്മൾ തേർഡിലേക്ക് മാറ്റുന്നു. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ടും കാര്യമുണ്ടോ എന്ന് നോക്കി. ഇവിടെയും ഡയഗണലായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെയും ഡയഗണലായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിനി ഒന്ന് മുകളിലേക്ക് പോവുകയാണ്, ഇതിനെ കൂടെ ചേഞ്ച് ചെയ്യുകയാണ്. അതായത് ഈ ബാക്ക് ട്രാക്കിങ് ഇവിടുന്ന് താഴേക്കുള്ള പോസിബിലിറ്റി എല്ലാം നോക്കി പറ്റുന്നില്ല. അപ്പോൾ സെയിം റോയും ആദ്യത്തെ ക്യൂനിടുന്ന സെയിം കോളത്തിൽ വെച്ചിട്ടില്ല,
രണ്ടാമത്തെ ക്യൂവിനിടുന്ന സെയിം കോളത്തിൽ വെച്ചിട്ടില്ല, ബാക്കി 2 പൊസിഷൻ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നോക്കിയിട്ട് പറ്റുന്നില്ല. ഇനി അതുകൊണ്ട് തൊട്ട് മുകളിലേക്ക് പോയിട്ട് ഈ ക്യൂവിൻ്റെ പൊസിഷൻ മാറ്റാൻ പോവുകയാണ്. അതായത് ഇവിടെ നമ്മൾ നേരെ പോകുന്നു, 1ലേക്ക് പോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? നമുക്ക് ഈ ക്യൂവിനെ രണ്ടാമത്തെ റോ ഇരിക്കുന്ന ക്യൂവിനെ നമുക്ക് ഒന്നിലേക്ക് വയ്ക്കാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഈ ക്യൂവിനോട് ഇരിക്കുന്നുണ്ട്, സെയിം കോളത്തിൽ വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ക്യൂവിനെ ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്യുന്നു. അതായത് ഇവിടുന്ന് 3ലേക്ക് വയ്ക്കുന്നു. അതായത് ഈ ക്യൂൻ എന്നിട്ട് പൊസിഷൻ മാറ്റി നമ്മൾ 3ാമത്തെ പൊസിഷനിലേക്ക് വയ്ക്കുന്നു. ഇനി എന്ത് ചെയ്യുകയാണ്? ഇനി താഴത്തെ 2 ക്യൂവിൻ്റെ പൊസിഷൻ നമ്മൾ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഏതൊക്കെ ചോയ്സ് ഉണ്ട്? സെയിം കോളം സെയിം റോ വരാതെ ഏതൊക്കെ ചോയ്സ് ഉണ്ട്? ഏതൊക്കെ വരാം? ഒന്ന്, 3ൽ നിന്നും നമുക്ക് 2ലേക്ക് വരാം. അതേപോലെ 3ൽ നിന്നും 4ലേക്ക് വരാം. ശരിയല്ലേ? അതിനുശേഷം ഒരു ചോയ്സ് നമുക്കുള്ളൂ. 3 2 എടുത്തു കഴിഞ്ഞാൽ അടുത്ത് 4 എടുക്കും, 4 എടുത്താൽ അടുത്തത് 2 എടുക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് വെച്ച് നോക്കാം. ക്യൂൻ മാറി, അതിനുശേഷം 3ാമത്തെ ക്യൂൻ 2ാമത്തെ പൊസിഷനിൽ വന്നു, 4ാമത്തെ ക്യൂൻ 4ാമത്തെ പൊസിഷനിൽ പോയി. അപ്പോൾ ഇതും പരസ്പരം ഈ ഇഷ്യൂ ഉണ്ട്, ഇതും പരസ്പരം ഈ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു പൊസിഷനിങ്ങും ശരിയല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇത് നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് നോക്കി, നടക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇത് നടക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, 1 3, അതിനുശേഷം അടുത്ത ക്യൂവിനെ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ലാസ്റ്റ് 4th ലെവലിലുള്ളതിനെ നമ്മൾ 2ാമത്തെ കോളത്തിൽ പ്ലേസ് ചെയ്യുന്നു. ഇത് രണ്ടും ഇഷ്യൂ ഇല്ലാതെ പോയി, ഇതും ഇഷ്യൂ ഇല്ലാതെ പോയി, ഇത് ഇഷ്യൂ ഇല്ലാതെ പോയി. പക്ഷേ ഇവിടെ ഈ സ്പേസിങ്, പൊസിഷനിങ് പരസ്പരം അറ്റാക്ക് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് മാറ്റേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഇനി നമുക്ക് മുകളിലേക്ക് പോയിട്ട് അടുത്ത ഓപ്ഷൻ നോക്കാം. അതായത് നേരെ മുകളിൽ പോയി, ഇനി ഇവിടെ ഓപ്ഷനില്ല, നേരെ ഇവിടെ പോകുന്നു. ഇവിടെ പോയിട്ട് നമ്മൾ 3ാമത്തെ ഓപ്ഷൻ എടുക്കുന്നു. അതായത് 4ലേക്ക് വയ്ക്കുന്നു. 2ാമത്തെ ക്യൂവിനെ 4ലേക്ക് വയ്ക്കുന്നു. അതേപോലെ 1 4 കഴിഞ്ഞാൽ പിന്നെ 2 3 ആകാം, അല്ലെങ്കിൽ 3 2 ആകാം. ഓക്കെ, അതായത് ഇവിടെ 2ാമത്തെ ക്യൂൻ 4ാമത്തെ പൊസിഷനിൽ വയ്ക്കുന്നു, ഈ 3ാമത്തേത് 2ാമത്തെ പൊസിഷനിൽ വയ്ക്കുന്നു, ലാസ്റ്റിനെ 3ാമത്തെ പൊസിഷനിൽ വയ്ക്കുന്നു. ഇപ്പോഴും ഇത് പരസ്പരം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിന്നെയും നമ്മൾ പൊസിഷൻ മാറ്റി 3ാമത്തെ റോയിലുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 3ാമത്തെ ലെവലിൽ വയ്ക്കുന്നു, ലാസ്റ്റിനെ 2ാമത്തെ ലെവലിൽ വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടും ഈ പ്രോബ്ലം സോൾവ് ആകുന്നില്ല. അപ്പോൾ അങ്ങനെ ഇതിന് എത്ര സ്റ്റേജിൽ നമുക്കുണ്ടാവും? അതേപോലെ ഈ 1 എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 വരാം, ഇത് 4 വരാം, അല്ലേ? അപ്പം ഫസ്റ്റ് സ്റ്റേജിൽ 1 ആണുള്ളത്, സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് 4 ഉണ്ട്, 3ാമത്തെ സ്റ്റേജിലോ നോക്കിയേ, ഇത് 1 ആയിട്ട് എടുത്താൽ ഇത് ഫസ്റ്റ്, ഇത് ഫസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് തേർഡ്, അല്ലെങ്കിൽ 0th എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ്. ഈ സ്റ്റേജിൽ കണ്ടോ, ഓരോന്നിനും 3 ചൈൽഡ് വെച്ചിട്ടുണ്ട്, ഒന്നിനും 3 ചൈൽഡ് വെച്ചിട്ടുണ്ട്. അടുത്തതിലോ 2 വെച്ചിട്ടുണ്ട്. അതായത് ടോട്ടൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ 1+, ഇത് ഈ ലെവലിൽ 1 പ്ലസ് അടുത്ത ലെവലിൽ 4 പ്ലസ് താഴെയോ 4 ഓരോന്നിനും 3 വെച്ചിട്ടുണ്ട്. അതായത് 4 × 3 ഉണ്ട്. അടുത്ത ലെവലിൽ വരുമ്പോഴോ, അടുത്ത ലെവലിൽ 4 × 3, അത് പിന്നെ 2 ആയിട്ട് തിരിക്കുന്നു, × 2 കൂടി വരിക. അടുത്ത ലെവലിലും അത്തരത്തിൽ × 1 വരികയാണ്, അല്ലേ? അപ്പോൾ അടുത്ത ലെവലിൽ 4 × 3 × 2, അതിന് സെയിം ചൈൽഡ് തന്നെ വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ വാല്യൂ ഇങ്ങനെ തന്നെ നിൽക്കുന്നു, × 1 രണ്ടും സെയിം ആണ്. അപ്പോൾ ഈ ലെവലിൽ 1, ഈ ലെവലിൽ 4, ഇവിടെ 4 × 3, ഇവിടെ 4 × 3 × 2, കാരണം പിന്നെ സ്പ്ലിറ്റ് വരുന്നുണ്ട്. അടുത്ത ലെവലിൽ ഇതിൻ്റെ അതേ നമ്പർ തന്നെ 4 × 3 × 2 അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ടോട്ടൽ 5 + 12 + 24 + 24, 48 12 60, 65 ഓപ്ഷൻസാണ് വരിക, പൊസിഷൻസാണ് വരിക.
അതിനകത്ത് നമുക്ക് ആകെ കിട്ടുന്ന ഒന്നോ രണ്ടോ കോമ്പിനേഷൻ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ ഈ ഡയഗണൽ ഉൾപ്പെടെയുള്ള ഈ 3 കൺസ്ട്രെയിൻ സാറ്റിസ്ഫൈ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബ്രൂട്ട് ഫോഴ്സ് കൊണ്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ നമ്മൾ ബാക്ക് ട്രാക്കിംഗ് യൂസ് ചെയ്തിട്ട്, ബൗണ്ടിങ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഇഷ്യൂവിനെ സോൾവ് ചെയ്യാൻ പോവുകയാണ്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യം ഈ സ്റ്റേറ്റ് സ്പേസ് ട്രീ നമ്മൾ ഉണ്ടാക്കുകയാണ്. നമ്മൾ ആദ്യം ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് നമ്മൾ ഒന്നുണ്ടാക്കി, ഒന്നിൽ നിന്നും ഫസ്റ്റ് പൊസിഷനിലെടുത്തു. അതായത് ഒന്നും രണ്ടും, അതായത് ഫസ്റ്റ് റോയിൽ ഒന്നെന്നുള്ള പൊസിഷനിലാണ് ഈ ക്യൂവിനെ വയ്ക്കുന്നത്. സെക്കൻഡ് പൊസിഷനിലാണ് വയ്ക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പൊസിഷൻ വയ്ക്കുമ്പോഴേ ഇവിടെ എന്ത് സംഭവിച്ചു? നേരത്തെ നമ്മൾ പറഞ്ഞ ഈ കൺസ്ട്രെയിൻസ് ഡയഗണലായിട്ട് എലമെൻറ്റ്സ് വരരുത് എന്നുള്ള കൺസ്ട്രെയിൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ടില്ല. അതായത് ഇവിടെ ഫർദറായിട്ട് നമ്മളിനി താഴേക്ക് ഈ വരാൻ സാധിക്കുന്ന പോസിബിലിറ്റി നമ്മൾ എടുക്കുന്നില്ല, സമയം കളയുന്നില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് കില്ല് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ബൗണ്ടിങ് ഫംഗ്ഷൻ. ഡയഗണലായിട്ട് എലമെൻറ്റ്സ് ഉണ്ടാകരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് താഴേക്ക് പോവില്ല. നേരത്തെ നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് ചെയ്തതുപോലെ താഴേക്ക് പോവില്ല. ഇനി അടുത്ത കേസ് നോക്കുക. 1 നിന്ന് 2 എന്നുള്ളത് 1 നിന്ന് 3 1 നിന്ന് 3 ഈ ഡയഗണൽ 3 വന്നാൽ ഡയഗണലായിട്ടുള്ള ഇഷ്യൂ ഇല്ല. അതിന് സബ്ബായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യപ്പെടും. 1 3 എന്നുള്ളത് 4 ഇവിടെ വരികയാണ്. അപ്പോൾ ഇവിടെ 4 വരുമ്പോൾ സ്വാഭാവികമായിട്ടും 1 3 ക്യൂൻ അടുത്തത് 4 വരുമ്പോൾ തന്നെ ഈ ഡയഗണലിനുള്ള കോൺസെപ്റ്റ് പോയി. അപ്പം അതുകൊണ്ട് ഫർദറായിട്ട് മുന്നോട്ട് പോയി ഇത് ഈ ബ്രാഞ്ച് താഴേക്ക് പോവില്ല. ഇവിടെ വെച്ചത് കില്ലാവുകയാണ്. ഓക്കെ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒരുപാട് ഐറ്ററേഷൻ സേവ് ചെയ്യുകയാണ്. ഓക്കെ. അവസാനം നമ്മൾ ഈ ഓരോ ക്യൂവിൻ്റെയും പൊസിഷൻ ട്രൈ ചെയ്ത് നമുക്ക് അവസാനം നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ക്യൂവിൻ്റെ പൊസിഷൻ മാറ്റും. ഫസ്റ്റ് ക്യൂവിൻ്റെ പൊസിഷൻ നമ്മൾ മാറ്റി അവസാനം അത് ക്യൂൻ 2 വന്നു. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ക്യൂൻ 4 വെച്ചു. അടുത്ത ക്യൂൻ നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ വെച്ചു. അടുത്ത ക്യൂവിനെ നമ്മൾ തേർഡ് പൊസിഷനിൽ വെച്ചു. അതായത് ഇവിടെ വരാൻ സാധിക്കുന്നത് ഈ ക്യൂവിൻ്റെ സെക്കൻഡ് ആദ്യം വന്നു. അതിനുശേഷം എങ്ങോട്ടാണ് വന്നത്? ഇവിടെ 4 വന്നു. 4ൽ നിന്നും 3 വന്നു. 4ൽ നിന്നും ഫസ്റ്റ് വന്നു. അതിൽ നിന്നും 3ൽ വന്നു. ഈ ഒരു പാത്തായിരിക്കും നമുക്ക് ഈ ഇഷ്യൂ സോൾവ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുക. ഓക്കെ. അതായത് ഈ ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ ഇവിടെ നമ്മൾ 1 വയ്ക്കുന്നു. ഈ കോളത്തിൽ നമ്മൾ ഇവിടെ നമ്മൾ തേർഡ് ക്യൂവിനെ വയ്ക്കുന്നു. ഈ കോളത്തിൽ ഫസ്റ്റ് ക്യൂവിനെ ഈ കോളത്തിൽ വയ്ക്കുന്നു. ഈ കോളത്തിൽ നമ്മൾ ഫോർത്ത് ക്യൂവിനെ വയ്ക്കുന്നു. ഈ കോളത്തിൽ നമ്മൾ സെക്കൻഡ് ക്യൂവിനെ വയ്ക്കുന്നു. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇത് മാത്രമല്ല, ഇതിൻ്റെ മിറർ കൂടി വരാം. അതായത് ഇങ്ങനെ വയ്ക്കാം. 2 4 1 3 ഇങ്ങനെയും വരാം. അതായത് ഫസ്റ്റ് കോളത്തിൽ നമ്മളിവിടെ സെക്കൻഡ് ക്യൂവിനെ വയ്ക്കുന്നു. അടുത്ത കോളത്തിൽ നമ്മൾ ഫോർത്ത് ക്യൂവിനെ വയ്ക്കുന്നു. അടുത്ത കോളത്തിൽ നമ്മൾ ഫസ്റ്റ് ക്യൂവിനെ വയ്ക്കുന്നു. അടുത്ത കോളത്തിൽ നമ്മൾ തേർഡ് ക്യൂവിനെ വയ്ക്കുന്നു. ഇപ്പോഴും പരസ്പരം ഇത് അറ്റാക്ക് ചെയ്യുന്നില്ല. ശരിയല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ
എൻ ക്യൂൻ പ്രോബ്ലം, അതിൻ്റെ ഫോർ ക്യൂൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മെത്തേഡ് ബാക്ക് ട്രാക്കിംഗ് യൂസ് ചെയ്ത്.